കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പൂർണ്ണമായി തന്നെ വാർത്തായിടങ്ങളിൽ ഇടം പിടിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധി ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ പ്രസ്താവനകൾ ഇറക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ മേധാവിയുടെ സൈനിക മേധാവിയെക്കുറിച്ചുള്ള പുസ്തകത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു. ഒരു തിരിച്ചുവരവാണോ കാണുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം? തിരിച്ചുവരവാണെന്നൊക്കെ നീ ആഗ്രഹിച്ചു. രാഹുൽ ഗാന്ധി കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇപ്പം എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോഡിയുടെ പേര് പല സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനേറിൽ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അമേരിക്കയുമായിട്ട് ഒപ്പിട്ട സാമ്പത്തിക കരാർ. അപ്പോൾ ഇന്ത്യയിലെ കർഷകരൊക്കെ കർഷകരെ പ്രതിപക്ഷം ഇളക്കി വിടാൻ സാധ്യതയുണ്ട്. അപ്പം മാത്രമല്ല മോഡിയെ നമ്മൾ ഈ സ്വിഫ്റ്റ് കാരണം കൊണ്ട് വന്ന പോലെ ഇപ്പം മടുത്തിട്ടുണ്ട്. ഏത് നമ്മൾ കണ്ട് ഒരു പരിചയം വരുമല്ലോ. അല്ലെങ്കിൽ മോഹൻലാലെ പോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ കൃതാവൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. മോഡിയെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഭീഷ്മനെ പോലെ വരും, ചില സമയത്ത് അർജുനെ പോലെ വരും, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ BJP RSSകാർ അല്ലാത്തവർക്ക് ഒരു കണ്ട് മടുക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചൊക്കെ രാഹുൽ ഗാന്ധി ഒരു ചാൻസ് കാണുന്നു എന്നുള്ളത്. അപ്പം നിരന്തരമായിട്ട് ഇപ്പം ഈ ആധുനിക ഇതുണ്ടല്ലോ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങൾ സെൻസിബിളായി സംസാരിക്കണമെന്നില്ല. ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ മതി. ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നവനാണ് ശ്രദ്ധിക്കപ്പെടുക. അപ്പം മോഡി മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ സമയത്ത് നന്നായിട്ട് ഒച്ചയും ബഹളം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വഴി കണ്ടുപിടിച്ചത്. ഇപ്പം പ്രധാനമന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് പറ്റില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആ പണി ചെയ്യുന്നത്. പിന്നെ മോഡി പറയുന്നതിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ വ്യക്തത ഉണ്ടായിരുന്നു. അതിന് പക്ക ഒരു BJP RSS ലൈൻ. രാഹുൽ ഗാന്ധി RSS BJP അല്ലാത്ത ഏത് ലൈനിലും സംസാരിക്കും. അപ്പം അദ്ദേഹം ഒരുപാട് സാറ് പറയുന്നത് ബഹളമുണ്ടാക്കി ജനശ്രദ്ധ നേടുക. അപ്പോൾ മാത്രമല്ല അങ്ങനെ ശ്രദ്ധ നേടുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മോഡി കൊള്ളാവുന്ന ഒരാളല്ലെന്ന് ഫീൽ ഉണ്ടാക്കുക. അങ്ങനെ അടുത്ത ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്ക് ഞാനാണ് അടുത്തൊരു പ്രതീക്ഷ എന്ന രീതിയിൽ വന്നിട്ട് ജനങ്ങളെ കൊണ്ട് അങ്ങനെ ഫീൽ ഉണ്ടായിപ്പില്ല. അതിന് ഈ വിദേശ ശക്തികൾ സഹായിക്കുകയും ചെയ്യും. അതായിരിക്കും മൂപ്പര പ്ലാൻ. അങ്ങനെ ഒരു വിജയം പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്നതിൻ്റെ അത് ഈ സൈനിക തലവൻ്റെ പുസ്തകങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കും. ഒന്നും പുസ്തകം എഴുതാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉത്തരവാദിത്വബോധമുള്ള രാഷ്ട്രീയക്കാരെ ചർച്ച ചെയ്യിപ്പിക്കാൻ പാടില്ല. കാരണം അത് ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മോഡീനെ എതിർക്കാം, BJPനെ എതിർക്കാം, പക്ഷേ രാജ്യത്ത് എതിർക്കാൻ പറ്റില്ല. സൈന്യമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലൊക്കെ രാജ്യത്തെയാണെന്ന് ബാധിക്കുന്നത്. അത് ഒരിക്കലും ഇന്ദിരാഗാന്ധി ചെയ്യാത്ത കാര്യമാണ്. ഇന്ദിരാഗാന്ധി ചെയ്യാത്ത, രാജീവ് ഗാന്ധി ചെയ്യാത്ത കാര്യമാണ് ഈ രാഹുൽ ഗാന്ധി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡി വിരോധം കൊണ്ട് തുടർ പരാജയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒന്ന് തുടർ പരാജയം, രണ്ട് മോഡി വിരുദ്ധം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയാണ്. മോഡി ഇതെല്ലാം തെറ്റ്, അല്ലെങ്കിൽ അയാളുടെ കാലത്തോളം ഒരു രക്ഷയില്ല എന്നുള്ള ഫീലിൽ ഉണ്ടാകുന്നതിന് ഭ്രാന്തമായൊരവസ്ഥയുണ്ട്. അതാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യം പാർലമെൻറ്റ് BJPക്കാർ പൊളിച്ചടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യില്ല. ബാക്കിയെല്ലാം തന്നെ BJPക്കാർ പഠിച്ചു വന്നിട്ട് പൊളിച്ചടക്കും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അതായിരിക്കും അദ്ദേഹത്തിന് ഈ ഊർജ്ജം നൽകുന്നത്. ഊർജ്ജതയ്ക്ക് അത് എന്തുകൊണ്ട് കിട്ടില്ല? RSS വലിച്ചുകൊണ്ട് കിട്ടാത്തല്ലേ. അല്ലാതെ RSS വിചാരിച്ച കിട്ടുമായിരുന്നു. RSS വേണ്ട വിചാരിച്ചുകൊണ്ടാണ്. അതെന്താ അങ്ങനെ മനസ്സിലാവാത്തത്? അതാണ് പറയുന്നത്. ഇടയ്ക്ക് വല്യമ്മേനൊന്നും ധ്യാനിക്കുന്നതല്ല. വല്യമ്മ സ്വപ്നത്തിൽ പരിശോധിച്ചപ്പെടുത്ത് പറയും, മക്കൾ RSS അങ്ങനെയൊന്നുമല്ല, മക്കളെ RSS ഭയങ്കര സംഭവമാണ്, അവർക്ക് വിചാരിച്ചാൽ പറ്റും, നീ അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് നീ ഭാവി ചിലപ്പോൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീ ഇങ്ങനെ നടക്കും, ചിലപ്പോൾ നീ പ്രധാനമന്ത്രിക്കാവും. ഈ പൊക്കി നടക്കുന്നവന്മാർ തന്നെ അണ്ട് എന്നെ ചെയ്ത പോലെ നിന്നെ എവിടെയെങ്കിലും വെടിവെച്ചിടും എന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, രാഹുൽ ഗാന്ധിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്ന 2029 അധികാരത്തിൽ വരും RSSനെ നിരോധിക്കുമെന്ന്. RSS നിരോധിക്കാൻ നടക്കില്ല. രാഹുൽ ഗാന്ധി അല്ല മൂപ്പരെ വല്യച്ഛൻ വിചാരിച്ച് നടന്നിട്ടില്ല. അത് നടക്കില്ലെന്ന്. പിന്നെ രാജ്യം ഇരുന്ന് കത്തും. അതാണ് പ്രശ്നം. മൂപ്പര ആരാധകരാരാ? മുസ്ലിംസ്, കുറച്ച് ക്രിസ്ത്യാനികൾ, പിന്നെ ഈ പറയുന്ന BJP വിരോധ തലക്ക് പിടിച്ച ഹിന്ദുക്കൾ. ഇതെല്ലാം കൂടിയാൽ ഒരു 20% പേരായിരിക്കും പരമാവധി. ബാക്കി BJPൻ്റെ കിടക്കല്ലേ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് പേരുണ്ട് പിന്തുണയ്ക്കാൻ. അത് പറയാൻ പറ്റില്ല. അത് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇന്നലെ ഒരേ വിജയേട്ടാന്ന് വിളിച്ച് പറഞ്ഞാൽ ഇന്ന് പിണറായിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. അപ്പം അതിലൊന്നും കാര്യം. സമൂഹ മാധ്യമങ്ങളുടെ പ്രതീക്ഷയും മാവ് വെക്കുന്ന ഒരേപോലെയാണ്. രണ്ടും കണ്ട് വെറുതെ നിങ്ങളെന്തെങ്കിലും അവർക്ക് രചിക്കുന്നത് വന്നാൽ എന്നപ്പോൾ അവർ കൈയടിക്കും, അടുത്ത ദിവസം അവർ ഡിസോൺ ചെയ്യും. അത് മാമ്പൂ കണ്ടു, സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണ കണ്ടു നിങ്ങൾ വെറുതെ ആർമാദിക്കരുത്. അല്ലെ സാറ് പറഞ്ഞു വരുന്നത് ഒരു ഉയർച്ചയും രാഹുൽ ഗാന്ധിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അല്ല, കുറച്ചൊരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊരു പണ്ടത്തെ പോലല്ല. പിന്നെ കുറച്ചൊരു കാര്യങ്ങൾ അറിയാം, കുറച്ചൊരു പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും അപ് ടു ദ മാർക്ക് എത്തിയിട്ടില്ല. ഹീ ഈസ് ഇംപ്രൂവിങ് ഹിംസെൽഫ്.
There's no doubt regarding that. ഇനിയൊരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ ആ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇനി അങ്ങനെ പരാജയമൊന്നുമല്ല. ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ ഈ ഗാലിദാസിയുടെ മോനൊന്നും വന്ന് പ്രധാനമന്ത്രിയാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആ രീതിയിൽ പർജ് ചെയ്താണ്. പക്ഷെ അവിടെ ഒരു കലാപം, അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് ഓടിച്ചുവിടി. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഗാലിദാസിയുടെ മോനെ ബംഗ്ലാദേശ് അധികാരത്തിൽ രാഷ്ട്രീയത്തിലാകെ പോസിബിളാണ്. ഇവിടെയാണ് നമ്മൾ ഇല്ലൂമിനാരിയൊക്കെ സംശയിച്ചു പോവുക. നമ്മൾ തീരെ ഇമ്പോസിബിളാന്ന് വിചാരിച്ച കാര്യം രാഷ്ട്രീയത്തിൽ നടക്കും. വിചാരിക്കാത്ത കോണിൽ നിന്ന് സമരങ്ങളുണ്ടാവും, അത് ജനം ഏറ്റെടുക്കും, അട്ടിമറികളുണ്ടാവും. ഈ ലോക്സഭയ്ക്ക് ശേഷം ചില കോണുകളിൽ നിന്നും വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ചില ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ താല്പര്യത്തിന് മോഡീനെ കിട്ടാത്തതിൻ്റെ പ്രശ്നം എനിക്ക് പോലും മോഡിക്കെതിരെ ഈ ശക്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കി വിടുന്നു. അല്ല, സാറിന്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ ബെറ്റർ? രണ്ടും കൊള്ളില്ല. രണ്ട് ബൊമ്മായിട്ട് അവിടെ ഇരുത്താനേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ കോൺഗ്രസ് അങ്ങനെ കൊള്ളാതെ എൻ്റെ ഒരു ഇപ്പം ഞാനൊരു കേഡർ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോൺഗ്രസ് കൊള്ളാവുന്ന ഒരാളുണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കൊള്ളാവുന്ന പലരും വിചാരിക്കാത്ത ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം 10 വർഷം അല്ല, അതുപോലെ ആരെങ്കിലൊക്കെ അവർ പിടിച്ചുകൊണ്ട് വരുള്ളൂ. നിങ്ങളുടെ ടെക്നോക്രാറ്റ്സിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ പ്രധാനമന്ത്രി ആക്കിയെന്ന് വരും. കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം അതിന് കേഡർ സ്വഭാവമില്ല. അവർ മത്സരിക്കുന്ന മൊത്തം അങ്ങേറ്റം കേഡർ സ്വഭാവമുള്ള RSSും CPM ഒക്കെ ആയിട്ടാണ്, DMK ഒക്കെ ആയിട്ട്. അവിടെയാണ് അവർ പരാജയപ്പെട്ടു വന്നത്. ഇനി ആനപ്പുറത്തിരിക്കുന്നവൻ എന്നോട് കാലാളി യുദ്ധം ചെയ്യുന്ന പോലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ആന ഇടയ്ക്ക് എന്താണ് ആനയ്ക്ക് മതളിക്ക് ആന പാപ്പാനെ താഴെട്ട് ചവിട്ടിക്കൂടുന്നൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് ചിലവ് ജയിച്ചു. അല്ല, അതെങ്ങനെ ജയിക്കാൻ കഴിയുന്നു? CPMന് പോലും പലയിടങ്ങളിൽ കാലിടറുമ്പോൾ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും. കോൺഗ്രസ് വിജയിക്കാൻ എവിടെ ഇപ്പോൾ വിജയിച്ചത്? ഇപ്പോൾ കസിനെ തോറ്റോണ്ടിരിക്കുകയല്ലേ. സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കർണാടക, കർണാടക ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയത്, ഹിമാചൽ, അത്രയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാം പോയില്ലേ. ഹരിയാന പോയില്ലേ, ഏക സ്ഥലങ്ങൾ പോയി, ഛത്തീസ്ഗഡ് പോയില്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ജനത്തിന് കൂടുതൽ ഇപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ BJP കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ ആ രീതിയിലുള്ള കൺഫ്യൂഷൻ വേണം. ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ ഗ്രാവിറ്റി കൂടി വരുന്നത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതെന്നറിയില്ല. കാരണം കേരളം അല്ല ഉത്തരേന്ത്യ. ഇവിടെയാണ് പല മുക്കിലും മൂലയിലും എടുത്ത മൊബൈലായിട്ട് ഇന്ന് രാഷ്ട്രീയം പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ഉത്തരേന്ത്യയിലൊന്നും അറിയില്ല. അവിടെ യൂട്യൂബ് ചാനൽ രാഷ്ട്രീയത്തിനൊന്നല്ല. എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം, എങ്ങനെ സീറോ ഫിഗറാക്കാം, എങ്ങനെ മുടി കറുപ്പിക്കാം, എങ്ങനെ സ്ത്രീകളെ ആകർഷിക്കാം എന്നുള്ള വിഷയത്തിലാണ്. ഇവിടെ തന്നെ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. നാം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യം വരും. കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണകരമായി മാറുന്നു. അതുണ്ടാവും. രാഹുൽ ഗാന്ധി ഇമേജ് അവിടെ വർദ്ധിക്കുന്നതും വിശ്വാസം കൂടുന്നതും നിയമസഭ ഇലക്ഷനിൽ ഗുണം ചെയ്യും. കാരണം അത് ഇപ്പോഴത്തെ വോട്ടായി മാറാൻ സാധ്യതയുണ്ട്. വിജയത്തിലേക്ക് എത്തുമോ? വിജയത്തിലേക്ക് എത്തുമെന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഫൈനൽ ജനം തീരുമാനിക്കേണ്ടതല്ലേ. ജനങ്ങളെ മുന്നിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റും ഒരു കുത്തയച്ച മുന്നണി സംവിധാനമായിട്ടുള്ള മത്സരമാണ്. അല്ല, അത് CPMലെ തിരിച്ചടി ഉണ്ടാകും. ഈ ന്യൂനപക്ഷം എന്തുകൊണ്ടാണ് CPMൽ വോട്ട് ചെയ്യുന്നത്? BJP RSSനെയും ചേർത്ത് നിർത്തുവാൻ പിണറായി വിജയന് കഴിയുമെന്ന്. അതേ ഒരു സ്പേസിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമല്ലേ ഉള്ളൂ. മറ്റേതല്ലേ, CPMന്റെ സംഘടനാ സംവിധാനം കൊണ്ടല്ലേ. രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് ഗതം ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ശൂലം കൊണ്ടുവരുന്ന RSS പേടിച്ചു കൊടുക്കും ഇല്ലല്ലോ. ശൂലം കൊണ്ടുവരുന്ന RSS അതാണല്ലോ നിങ്ങളുടെ ഭീഷണി നിങ്ങൾ പറയുന്നത്. അപ്പോൾ ശൂലം കൊണ്ടുവരുന്ന RSS തടഞ്ഞു നിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ റെഡ് വാളണ്ടിയേഴ്സ് വേണ്ട. അത് CPMനല്ലേ ഉള്ളൂ. അല്ല സേവാദല്ലാരും നിൽക്കുമോ? അതല്ലേ ചോദ്യം. നിങ്ങൾ ഈ പറയാന്നല്ല, രാഹുൽ ഗാന്ധി എന്ത് ചെയ്യാൻ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ CPM അങ്ങനെ ഉണ്ടാകുന്നൊരു നിങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ അങ്ങനെ കണ്ടീഷൻ ഉണ്ടാകുമെങ്കിൽ അവിടെ CPM ഉണ്ടാവുള്ളൂ. അത് ന്യൂനപക്ഷങ്ങൾക്കും അറിയാം. പക്ഷെ അവർ ഈ ദേശീയ കളി കളിക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് കേരളത്തിന് ഗുണമാകുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസേ ഉള്ളൂ എന്നുള്ള ഫീൽ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.